ആരാടോ തന്റെ അടുത്ത് ഇരാ വാടകക്കാരെ? ഒരു ഡീസൽ പാർട്ടിയാ കേണൽ RK നായർ. ചേട്ടാ, നമ്മള് ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആരുമായിട്ടും വഴക്കിനും പോകുന്നില്ല. അതെ അതെ. പക്ഷെ വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കാരണം ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടങ്ങനായി? നിന്റെ കഴിവുകേട് കൊണ്ട്. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ ഞാൻ എത്ര ഇപ്പോൾ മാമുമായിട്ട് സംസാരിക്കുമ്പോഴോ ഞാൻ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. അത് തെറ്റാണോ? അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. എന്തൊരു നീചനാണ്. പാവോടവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടേ? ശീലം കിട്ടിയത് ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇല്ല ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. നേരന്നെ അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? അത് ചിലപ്പോൾ ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാരിടാ, ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ എനിക്ക് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. ആൾക്കാർ അവരെയും കുറ്റം പറയരുതല്ല. ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്നാ എന്തേനു? പക്ഷെ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. പ്രായാധിക്യം കൊണ്ടാവാം മറവികൾ വരുന്നത്. അതെ അതെ അതെ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അപ്പം കുട്ടാ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയേക്കുവാ.